പോവാം ഇന്നത്തെ നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക്. നിങ്ങളുടെ ഫീലിങ്സ് വരും, സിറ്റുവേഷൻ വരും, എല്ലാം പറയും. പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച് മാത്രം കേൾക്കുക. നിങ്ങളുടെ പേരോ പങ്കാളിയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ കമൻ്റ് ഇടുക. ഇത് പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാത്രമായിട്ട് എടുക്കാതിരിക്കുക. സാഹചര്യം ഇത് ശരിയാവുകയാണെങ്കിൽ അതങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം കാര്യം അറിയാനാണ് നമ്പർ ഇവിടെ കൊടുക്കുന്നത്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, പേയ്മെൻ്റ് ഉണ്ട്. ഇനി ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് 8 ഓഫ് സൂട്ട്സ് ആണ്. ട്രാപ്പിലായിരിക്കുകയാണ്. കണ്ടോ, ഒരു അഴിക്കുള്ളിലായ ആൾ, ആ വ്യക്തി ട്രാപ്പിലായിരിക്കുകയാണ്. പ്രശ്നങ്ങളിലാണോ അതോ ഒരു പ്രണയത്തിലാണോ? തേർഡ് പാർട്ടിയിൽ 3 കപ്പാണ് വന്നിരിക്കുന്നത്. ട്രാപ്പിലായിരിക്കുന്ന കള്ളം പറയുന്ന ആരുടെ കയ്യിലാണ്? 3 കപ്പ് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം, പങ്കാളി എന്ന് വേണമെങ്കിൽ പറയാം, സഹപ്രവർത്തകർ എന്ന് പറയാം. അപ്പോൾ ആരാണോ ഒന്ന് ട്രാപ്പിലാക്കിയിട്ടുണ്ട് ആ വ്യക്തി. ഇനി 2 ഓഫ് പെൻറ്റക്കിളാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്നേഹിച്ച് പോകാനേ പറ്റുന്നുള്ളൂ. കാരണം അവരെ ട്രാപ്പിലാക്കിയിരിക്കുകയല്ലോ. 3 സോട്ട്സും 3 കപ്പും പറയുന്നത് ഒരുപക്ഷെ പങ്കാളി തന്നെ ആയിരിക്കാം, ഒരു പ്രണയമായിരിക്കാം, തേർഡ് പാർട്ടി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ എംപ്രസ്സാണ് വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കാം. നിങ്ങളവരുടെ മനസ്സിൽ എല്ലാമാണ്, അങ്ങനെ പറയാം. ഇനി നീതി കിട്ടണം, നീതി കിട്ടുന്നില്ല, അതാണ് പറയുന്നത്. അടുത്ത സെറ്റ് കാർഡ് ക്യൂൻ ഓഫ് വാണ്ടാണ്, എംപ്രസ്സാണ് അല്ലേ. 5 പെൻറ്റക്കിൾ. ഇപ്പോൾ ഒന്ന് പിരിഞ്ഞ പോലെയാണ് കാണുന്നത്, ബ്രേക്കപ്പ് ആയ പോലെയാണ് കാണുന്നത്. ഇനി പുരോഹിത, ആയില്യം തൃക്കേട്ട രേവതി, അത്തം രോഹിണി തിരുവോണം, തിരുവാതിര ചോതി ചതയം, ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത്. നമ്പറുകൾ 8 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 2 തവണയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 10 വന്നിട്ടുണ്ട്, 10ഉം 2 തവണയാണ് വന്നിരിക്കുന്നത്. 3 2 തവണയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റായിട്ടാണ് ചില നമ്പറുകൾ വന്നിരിക്കുന്നത്. ഒടുക്കം പറയാനുള്ളത് 13 ഇനി നമുക്ക് ആ മന്ത്രം ചൊല്ലാം അല്ലേ. ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധി. ഇത് നിങ്ങൾ ജപിക്കുക, കേൾക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശിവനാൽ ദഹിപ്പിക്കപ്പെട്ട കാമദേവൻ ഇല്ലാതായി അല്ലേ. അപ്പോൾ ആ കാമദേവനെ ഔഷധം കൊണ്ട് പുനർജനിപ്പിച്ചത് ദേവിയാണ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, കാമദേവൻ മിഴികളിൽ കുടിയിരിക്കുന്നവൾ, കാമദേവൻ പുനർജനിച്ചത് അവളുടെ മിഴികളിലാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 അർത്ഥമുണ്ടോ. എന്തായാലും നിങ്ങളുടെ പങ്കാളിയെ വശീകരിക്കാനുള്ള മന്ത്രം തന്നെയാണ് കേട്ടോ. ഇതൊന്നും വശീകരണ മന്ത്രമായിട്ട് എടുക്കേണ്ട, എങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രണയത്തിൽ മാറ്റങ്ങളുണ്ടാവും. ഭക്തിയോടുകൂടി കേൾക്കട്ടോ. ഇവിടെ സ്ത്രീകളുടെ സാന്നിധ്യമാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പങ്കാളി എതിർഭാഗത്തിരിക്കുന്ന ആൾ പുരുഷനാണെങ്കിൽ ശ്രദ്ധിക്കുക, അവരൊരു സ്ത്രീയുടെ കയ്യിലാണ് ട്രാപ്പിലായിരിക്കുന്നത്. ഇനി അപ്പുറത്തിരിക്കുന്ന പങ്കാളി ഒരു സ്ത്രീ ആണെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ തന്നെയാണ് ട്രാപ്പിലായിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളാണ് ശത്രുക്കൾ അല്ലേ. അതുപോലെ അവരെന്തോ ഒരു പ്രശ്നത്തിലായിരിക്കാം, ജോലിയിൽ സഹപ്രവർത്തകയുടെ ട്രാപ്പിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ തന്നെ ഒരു സ്ത്രീ ഇവരെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന തരം പെരുമാറ്റമുണ്ടെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ തന്നെ ഒരു സ്ത്രീ ഇവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് പെരുമാറുക, അവരെ കുറച്ച് തരം താഴ്ത്തി പെരുമാറുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കാം. അപ്പോൾ സ്ത്രീയാണ് അപ്പുറത്തിരിക്കുന്നത് എങ്കിലും പുരുഷനാണ് അപ്പുറത്തിരിക്കുന്നത് എങ്കിലും ഒരു സ്ത്രീയാണ് എനിമിയായി വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തിൽ കടുത്ത അസൂയുള്ള ഒരാളാണ്. വായ തുറന്ന കള്ളത്തരം മാത്രമേ പറയൂ എന്ന് പറയുന്നത്. വളരെ മനോഹരമായ സംസാരമായിരിക്കും, മനോഹരമായ മുഖമായിരിക്കും. അതുകൊണ്ട് കാര്യമില്ലല്ലോ, മനസ്സാണല്ലോ മനോഹരമാവേണ്ടത്. ഇവിടെ മനസ്സ് കുടിലത നിറഞ്ഞ ആളാണ്. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിങ്ങളുടെ പങ്കാളി പോയി പെട്ടു എന്ന് പറയുന്നത്, അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഇനി പങ്കാളിക്കൊരു പങ്കാളിയാണ്, പുരുഷനാണ്, പങ്കാളി തന്നെയാണ് ഇവരെ ഇങ്ങനെ എപ്പോഴും വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, പുറത്ത് കിടക്കാൻ സമ്മതിക്കാത്തത് ബന്ധങ്ങളുടെ പേരിലായിരിക്കാം. ഭാര്യയാണെങ്കിൽ ബന്ധത്തിൻ്റെ പേരിൽ അവരെ അനങ്ങാൻ സമ്മതിക്കില്ല,
അങ്ങനെ എന്തോ ഒന്നിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുറത്ത് പറയാനും പറ്റില്ല അല്ലേ. പങ്കാളി ഇത്തിരി നെഗറ്റീവ് പെരുമാറ്റമാണ്, എനിക്കിതൊന്ന് പുറത്ത് കിടക്കണം, എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് സ്വന്തം ജീവിതം വേണം, ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഭാര്യയോ ഭർത്താവോ തുറന്ന് പറയാൻ ധൈര്യപ്പെടുമോ? ഇല്ല. ഇനി മറ്റ് കാര്യങ്ങളിലാണെങ്കിൽ അതിൽ ട്രാപ്പിലായിരിക്കണം. എന്തായാലും അവരിപ്പോൾ കുറച്ച് സാഡ് സിറ്റുവേഷനാണ്, നിങ്ങളോട് കുറച്ച് അകലേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ അവർ നിങ്ങളുടെ ഓർമ്മകളിലാണ്, നിങ്ങൾ കൊടുക്കുന്ന ആ സന്തോഷത്തിൻ്റെ ഓർമ്മകളിലാണ്, കൊടുത്ത സന്തോഷത്തിൻ്റെ. തേർഡ് പാർട്ടി കാരണം അരക്ഷിതാവസ്ഥ വന്നു, അനാഥത്വം വന്നു, ഇനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്, ജോലി പോയിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരു സ്ത്രീ കാരണം ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടാലും മതിയല്ലോ. ഒരു സ്ത്രീയാണ് ഇവിടെ നാശത്തിൻ്റെ കാരണമായിട്ട് വന്നിരിക്കുന്നത്, സ്ത്രീയുടെ എനർജിയാണ്. അപ്പോൾ പ്ലാനറ്റുകൾ എനിമികളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെയും നിങ്ങളുടെയും ലൈഫിൽ ഒരു എനിമി ഉണ്ട്, ഒരു ശത്രു ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ട്രാപ്പിലായി. നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ച് അറിയുന്നൊരു സ്ത്രീ ആണെങ്കിൽ അത് പറഞ്ഞ് പരത്തുക, മറ്റുള്ളവർ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അറിയാൻ പാടില്ലാത്ത ബന്ധമായിരിക്കും. അങ്ങനെ നാട്ടുകാരുടെ മുന്നിലൊക്കെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ മുന്നിൽ, ഒരു ഓഫീസിലാണെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരിക. അതിനും നമുക്ക് 8 സോട്സ് വരാം. ഇനി നിങ്ങളോടുള്ള പ്രണയത്തിൽ ട്രാപ്പിലായിട്ടുണ്ടെങ്കിലും 8 സോട്സ് വരാം കേട്ടോ. അതിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതിരിക്കുക, സാഹചര്യം അനുകൂലമല്ലാതിരിക്കുക, അതിൽ തന്നെ സ്റ്റക്കായിരിക്കുക, എനിക്ക് മാറിപ്പോവാൻ വയ്യ, നീ കൂടെ വേണമെന്നുള്ള അവസ്ഥയായിരിക്കും അവരുടെ മനസ്സിൽ. പക്ഷെ സാഹചര്യമൊന്നും അനുകൂലമല്ല, അതൊരു ശത്രുതാപരമായ അവസ്ഥയാണ്. ഇതിലേതാണെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക. ഒരാളുടെ കയ്യിൽ പോയി പെട്ടു എന്ന് തന്നെയാണ് 100-ൽ 99% ഇവിടെ വന്നിരിക്കുന്നത്. 3 സോട്സ്, 3 കപ്പ്, 2 പെൻഡക്കൾ, പിന്നെ 5 പെൻഡക്കൾ. ഇതെല്ലാം പറയുന്നത് മറ്റൊരാളുടെ കയ്യിൽ അവർ പെട്ടിട്ടുണ്ട്. ഇനി ക്യൂൻ ഓഫ് വാണ്ട് നിയന്ത്രിക്കുന്ന ഒരു ലേഡിയാണ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ലേഡിയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. ഇവരോട് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്ത്, ഇവരെ കൺട്രോൾ ചെയ്ത്, ഇവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളത്തരമായി. എന്നാൽ അവർക്ക് അറിയാം ഇവർ പറയുന്നത് കള്ളത്തരാണെന്ന്. എങ്കിലും അത് നിഷേധിക്കാനോ പുറത്തു വരാനോ സാധിക്കാത്തൊരു സാഹചര്യം. അപ്പോൾ അവരുടെ കൺട്രോളിലാണ് ഇവർ. അതാണിപ്പോൾ പറയാനുള്ളത്. ജോലിയിലൊക്കെ ആണെങ്കിലേ സീനിയർ പോസ്റ്റിലുള്ള ലേഡീസൊക്കെ താഴെയുള്ള സ്റ്റാഫിനോടൊക്കെ എങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ലല്ലോ. കുറച്ച് മോശമായിട്ട് പെരുമാറുന്ന, ഈഗോ കൂടുതലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്നറിയില്ല. അവർ ട്രാപ്പിലായിരിക്കുകയാണ്. സാഹചര്യങ്ങളാവാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി തന്നെ ആവാം, അല്ലെങ്കിൽ പങ്കാളി തന്നെ ആവാം. എന്തായാലും അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുണ്ട്, കഴിയുന്നില്ല. വല്ലപ്പോഴും ഒന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട്, ആ സമയത്ത് സ്നേഹം തരുന്നുണ്ട് എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല, ഓൺ ആൻഡ് ഓഫ് ബന്ധമായിട്ട് മാറുകയാണ്. നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നീതി കിട്ടുമെന്നുമാണ് കേട്ടോ അതിനർത്ഥം. നിങ്ങൾക്കിങ്ങനെ എല്ലാ സമയത്തൊന്നും ദുഃഖം തരില്ല. ഇതിനൊരു മാറ്റം ഉണ്ടാവും. പ്രാർത്ഥിക്കുന്നുണ്ട് അവർ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു എംപ്രസ്സാണ് അവരുടെ മനസ്സിലെന്ന് പറയുന്നത്. അപ്പോൾ എംപ്രസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈഫാണ് എന്ന് പറയാൻ പറ്റില്ല, കല്യാണം കഴിക്കേണ്ടവരാണ് എന്ന് പറയാൻ പറ്റില്ല, വിവാഹേതര ബന്ധമായിരിക്കാനാണ് സാധ്യത. ഇനി അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആരും താഴെ കമൻ്റ് ഇടാൻ നിൽക്കണ്ട കേട്ടോ. വിവാഹേതര ബന്ധത്തിലായിരിക്കാം നിങ്ങൾ. അവർക്ക് കുടുംബമുണ്ടെങ്കിൽ അവരുടെ ട്രാപ്പിലായിരിക്കും അവർ പെട്ട് കിടക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഇവിടെ നീതിദേവത വന്നതുകൊണ്ട്, ഇവിടെ നീതിദേവത വന്നിട്ടുണ്ട്. നിയമപ്രകാരം വേർപിരിയാൻ കാത്തിരിക്കുന്ന ദമ്പതികളായിരിക്കാം. അത് കഴിഞ്ഞ് നിങ്ങളെ വിവാഹം കഴിക്കാമെന്നോ നിങ്ങൾ ജീവിതത്തിലേക്ക് വരുമെന്നോ ഒക്കെ പ്രതീക്ഷിച്ചാവും അവർ കാത്തിരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു അവസ്ഥയും ഇവിടെ പറയാം. നീതി കിട്ടണം, അതാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മറ്റേ ആളുടെ കയ്യിൽ സന്തോഷമല്ല, ട്രാപ്പിലായിരിക്കണം അവർ, സങ്കടമാണ് അവർക്കുള്ളത്. ഇനി ഒരു സുഹൃത്തിൻ്റെ കയ്യിലും ആവാട്ടോ. അപ്പോൾ സാഹചര്യം പോലെയൊക്കെ എടുക്കുക. എല്ലാവരും വിവാഹിതരാണ്, വിവാഹേതര ബന്ധമാണെന്നൊന്നും പറയുന്നില്ല. ഒരു ട്രാപ്പിലായിരിക്കണം. കണ്ടോ, 5 പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ വിരഹമാണ്, നീതി കിട്ടണം എന്ന് പറയുന്നുണ്ട്. കാരണം 8 സൂട്ട്സ് നീതിക്ക് വേണ്ടിയാണ് അയാളെ കാത്തിരിക്കുന്നത്. 5 പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അകന്ന് കഴിയുകയാണ് എന്നാണ്. ഇനി പുരോഹിത എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന ഒരു ലേഡിയാണ്, ഇവരെ ട്രാപ്പിലാക്കിയ ലേഡി. ഇനി മറ്റൊന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാണ്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര കൺട്രോൾ ഇഷ്യൂ ഉള്ള ലേഡിയാണ് എന്നാണ്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു സ്ത്രീയാണ് ഇവിടെ വില്ലത്തിയായി വന്നിരിക്കുന്നത്. നിങ്ങളോട് ഭയങ്കര അസൂയുള്ള ഒരു ലേഡി. 3 സോട്സ് എന്ന് പറഞ്ഞാൽ പ്രണയം പങ്കുപറ്റാൻ വന്ന ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അകന്നിരിക്കുന്ന 2 പേർക്കും വിരഹവേദനയാണ്.
ഒരാൾ അവിടെ ട്രാപ്പിലായി കിടക്കുകയാണ്, ഇവിടെ നിങ്ങളാണെങ്കിൽ സങ്കടത്തിലാണ് ഇരിക്കുന്നത്, കണ്ണീരാണ് പറയുന്നത്. 3 സോട്സ് എന്ന് പറഞ്ഞാൽ ഹൃദയഭേദകമാണല്ലോ, ഹാർട്ട് ബ്രേക്ക് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിന് വേദനയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഇനി സോട്സ് എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ തരത്തിലും അടുത്തവരാണ്, ഫിസിക്കലായ ബന്ധം ഉള്ളവരാണ്. ഇനി മറ്റ് പെൻഡക്കൽ കാർഡും കപ്പ് എനർജിയും ഇനി മറ്റ് കാർഡുകളൊക്കെ പറയുന്നതും നിങ്ങൾ ഫിസിക്കലായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നാണ്. അപ്പോൾ മാനസികമായും ശാരീരികമായും അടുത്തിട്ട് പെട്ടെന്നൊരു ബ്രേക്കപ്പ് വന്നിരിക്കുകയാണ്. എന്നാൽ പങ്കാളി നിങ്ങളെ വഞ്ചിക്കണം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, അവർ ട്രാപ്പിലായിരിക്കുകയാണ്. അത് മറ്റൊരു ലേഡിയുടെ കയ്യിലാണ്. പങ്കാളി ഉണ്ടെങ്കിൽ അതായിരിക്കും. ഇനിയിപ്പോൾ ഒരു തേർഡ് പാർട്ടി വന്ന് അതിനോട് ഇത്തിരി അടുപ്പം കാണിച്ചതുകൊണ്ട് അവർ പെടുത്തിയതാണോ എന്നും പറയാൻ പറ്റില്ല, സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടേ. ഇവർക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ സാറ്റേൺ ആണ് കൂടുതലും നിൽക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാണിക്കും, രോഗം, ദുരിതം, വേർപാട് ഇതൊക്കെ കാണിക്കും. അപ്പോൾ ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കാം ഇവരിപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ടാവുക. അത് കൊടുത്തു തീർക്കാൻ പറ്റാത്ത ടെൻഷനോ അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാൽ ഇടയ്ക്ക് വന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർ കള്ളം പറയുന്ന ആളാണ് എന്നാണ് 3 കപ്പ് പറയുന്നത്. മനോഹരമായി കള്ളം പറയുന്ന നല്ല സൗന്ദര്യമുള്ള ഒരു ലേഡിയാണ്. അത്തരം ആൾക്കാർ കള്ളം പറയുന്നു വിചാരിക്കില്ലല്ലോ. ബാഹ്യമായ രൂപഭംഗിയൊക്കെയാണല്ലോ ആൾക്കാർ നോക്കുക. എന്നാൽ അത്തരം ആൾക്കാരാണ് കൂടുതൽ കള്ളം പറയുന്നത് അല്ലേ. എന്ന് വെച്ച് സൗന്ദര്യമുള്ളവർക്ക് എന്നോട് വിരോധമൊന്നും തോന്നണ്ട കേട്ടോ, നിങ്ങളെന്നല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ ചില ലക്ഷണശാസ്ത്രങ്ങൾ വെച്ച് പറയുകയാണ്. ത്രിവിധം ദുഷ്ടലക്ഷണം എന്നാണ് പറയുക. മുഖപത്മ ദളാകാരം, വജ ചന്ദന ശീതളം, ഹൃദയം വന്യസമ്പുഷ്ടം, ത്രിവിധം ദുഷ്ടലക്ഷണം എന്ന് പറയുക. അപ്പോൾ ഇവിടെ 3 എന്ന നമ്പർ 2 തവണയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദുഷ്ടലക്ഷണമുള്ള ലേഡിയാണ് എന്ന് ട്രാപ്പിലാക്കി ആ വ്യക്തിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സൗന്ദര്യമുള്ള ഒരാളുടെ കയ്യിലാണ് പോയി പെട്ടിരിക്കുന്നത്, എന്നാൽ ദുഷ്ടത്തിനാണ് കയ്യിലിരിപ്പ്. നിങ്ങളോട് ഭയങ്കര അസൂയാണ്, നിങ്ങളെ രണ്ടിനെയും 2 വഴിക്കാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൂടിയിട്ടുള്ള ആളാണ്. അത് ജോലിയുടെ ഭാഗമായിട്ടുള്ള പങ്കാളിയായാലും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പങ്കാളിയായാലും ഇനി ഒരു ബന്ധമില്ലാത്തൊരു സുഹൃത്തായാലും അവരുടെ ലക്ഷ്യം ഇതാണ്, നിങ്ങളുടെ സ്നേഹബന്ധം തകർക്കുക, ആ വ്യക്തിയെ മാനസികമായി തകർക്കുക. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അപ്പം നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ഈ 3ാമത്തെ വ്യക്തി കടന്നു വന്നിരിക്കുന്നത്. അതിലാണ് അവർ പെട്ടുപോയിരിക്കുന്നത്. അതിലവർക്ക് ഭയങ്കരമായ കുറ്റബോധമുണ്ട്. ഈ ലേഡിയുമായിട്ടുള്ള അടുപ്പം വേണ്ടിയിരുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഇനി പ്രണയമാണെങ്കിൽ പോലും അവർക്കിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ്. ചില സ്ത്രീകളൊക്കെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്യും, വഴിവിട്ട ബന്ധത്തിലേക്കൊക്കെ നിർബന്ധിക്കും പുരുഷന്മാരെ. അത്തരം ലേഡികളും ഉണ്ട്. പുരുഷന്മാർ മാത്രമാണ് കുറ്റവാളികൾ എന്നൊന്നും പറയാൻ പറ്റില്ല. നന്നല്ലാത്ത ആൾക്കാർ ഏത് ജെൻഡറിലും ഉണ്ട് അല്ലേ, സ്ത്രീകളിലും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട്. ഇത് ഒരു നല്ലതല്ലാത്ത ലേഡിയാണ് നമുക്കവിടെ അപ്പുറത്ത് കാണിച്ചു തന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി ആയിട്ട് ഏതെങ്കിലും വിധത്തിലൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ടാവേ, പണം കൊണ്ടോ അല്ലെങ്കിൽ ജോലിയിലോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു ആശയം വേണ്ടി വന്നപ്പോൾ അവരെ സമീപിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവരുടെ ഉദ്ദേശം ഇതാണ്, കള്ളം മാത്രമാണ് പറയുന്നത്. ഭയങ്കര കൺട്രോൾ ചെയ്യാൻ തുടങ്ങി പിന്നെ അവർക്ക് അനങ്ങാൻ പറ്റാതായി, നിങ്ങളിലേക്ക് എത്താൻ പറ്റാതായി. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിവോഴ്സിനൊക്കെ കാത്തിരിക്കുന്ന ദമ്പതികളാണ്. ആദ്യമൊക്കെ പറഞ്ഞു നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ ഡിവോഴ്സിനൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം നിങ്ങളുമായി അടുത്തുനിന്ന് കണ്ടതോടുകൂടി ഇവരതിന്ന് പിന്മാറിയിട്ടുണ്ടാവും. അതിൻ്റെ പിന്നിലെ ഉദ്ദേശം അവരുടെ ഭാഗത്തുനിന്ന് വിട്ടു വന്നിട്ട് വേറൊരു ജീവിതം ഇയാൾക്ക് കിട്ടരുത് എന്നാണ്. ഇയാളുടെ ഭാഗത്തായിരിക്കില്ല തെറ്റ്, അവരുടെ ഭാഗത്തായിരിക്കും. അപ്പോൾ ആ തെറ്റ് തന്നെയല്ലേ അവർ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ ഡിവോഴ്സ് കൊടുക്കാത്ത ദമ്പതികളായിരിക്കാം, ഭാര്യയാണ് അപ്പുറത്തിരിക്കുന്നത്. ഇനി ലിവിങ് ടുഗദറൊക്കെ ആയിരുന്നു എങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അവരും വേർപിരിയാൻ ആദ്യമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും, കല്യാണം വേണ്ടാന്ന്. പിന്നീടാണ് നിങ്ങളുമായി അടുത്തപ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോവാം, കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടാവുക. അങ്ങനെ എന്തോ ഒരു കാര്യത്തെ ട്രാപ്പിലായിരിക്കുകയാണ്, പുറത്ത് കടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത്രയ്ക്ക് ഗൗരവമുള്ള ഒരു കാര്യത്തിലാണ് അവർ പെട്ടുപോയിരിക്കുന്നത്. ജോലിയാവാം, പണമാവാം, ബന്ധങ്ങളാവാം, ഡിവോഴ്സിന് കാത്തിരിക്കുന്ന ദമ്പതികളാവാം. അപ്പോൾ നീതി കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഏത് മേഖലയിൽ നമ്മൾ വിചാരിക്കാറുണ്ടല്ലോ നമുക്കൊരു നീതി കിട്ടിയില്ല എന്ന്, അത് കിട്ടണം എന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ഇനി പറയാനുള്ളത് ഇരട്ട മുഖമുള്ള ആളാണ് ഈ തേർഡ് പാർട്ടി. അപ്പോൾ ഇന്ന് കൂടുതലും തേർഡ് പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ.
ആദ്യം ട്രാപ്പിലായ ആ കാർഡ് വന്നതുകൊണ്ടാണ്. അവർ എന്തിലാണ് ട്രാപ്പിലായിരിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾക്കറിയണമല്ലോ. നിങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്, നിങ്ങൾ കണ്ണീരിൽ തന്നെയാണ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ചിലപ്പോൾ ആർഗ്യൂ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ. നിവൃത്തികേട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകില്ലേ, ആ വേദനയിലാണ് നിങ്ങളിരിക്കുന്നത്. പറഞ്ഞു പോയ ആ വാക്കുകളുടെ സങ്കടത്തിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുക അവരൊരു ട്രാപ്പിലായിരിക്കുകയാണെന്ന്. വിവാഹബന്ധം വേർപെടുത്താൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവരതിന് സമ്മതിക്കാത്തതാണെന്ന്. അപ്പം എന്ത് കാര്യമായാലും നിങ്ങൾക്ക് കുറേ അറിയാമെന്നാണ് അവിടെ പറയുന്നത്. അവരുടെ സാഹചര്യമാണ് അനുകൂലമല്ലാത്തത്. ഇനി നമുക്ക് പറയാനുള്ളത് നെഗറ്റീവ് മെസ്സേജാണ്. അപ്പുറത്തിരിക്കുന്നത് ഒരു ലേഡിയാണ്, ഇപ്പുറത്തൊരു പുരുഷനാണെങ്കിലും, അല്ല ഇനി പുരുഷനാണെങ്കിലും അപ്പുറത്തിരിക്കുന്നത് അവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അത് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ട് അതിലേക്ക് പോയിട്ടുണ്ടാവും. പോയി നോക്കുമ്പോഴാണ് നിങ്ങളുടെ വാല്യൂ ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് മനസ്സിലായി അതിൽ ട്രാപ്പിലായത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്നേഹം മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് അപ്പുറത്തുനിന്ന് വിപരീതമായ അനുഭവമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറ്റബോധത്തിൽ ആ ട്രാപ്പിൽ വീണുപോയിരിക്കുകയാണ്. ഇത് നെഗറ്റീവ് മെസ്സേജാണ്. ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ നിങ്ങളുടെ അനുഭവം അതുപോലെ എടുക്കുക. നിങ്ങളെ അവോയ്ഡ് ചെയ്ത് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ട് പണി കിട്ടിയതാണോ, അതോ തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ കഴിയാതെ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുകയാണോ, നിങ്ങൾ അവരെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുകയാണോ, നിങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നിരിക്കുകയാണോ ഈ തേർഡ് പാർട്ടി കാരണം. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക കേട്ടോ. ആദ്യത്തെ മെസ്സേജാണോ നെഗറ്റീവ് മെസ്സേജാണോ അതുപോലെ എടുക്കുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജുകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ കാർഡുകളാണ് കിട്ടിയത്. എടുക്കുമ്പോൾ ക്യാമറ ഓൺ ആയില്ല കേട്ടോ. സെപ്പറേഷൻ, നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണ്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. കാരണം അർദ്ധനാരിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ടിൻ ഫ്ലെയിം അല്ലെങ്കിലും നിങ്ങളൊരു മുജന്മ ബന്ധമായിരിക്കാം. എല്ലാവരും ടിൻ ഫ്ലെയിം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാനാണ് പറയുന്നത്. അവർ ട്രാപ്പിലായിരിക്കുകയാണ്. അതിന്ന് പുറത്ത് കിടക്കുമ്പോൾ നിങ്ങളുമായിട്ട് എന്താണോ വാക്ക് ആ കാര്യം നടക്കുമെന്നാണ്. വിവാഹം കഴിക്കാമെന്നാണെങ്കിൽ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്ക് എന്താണോ അത് നടക്കും. പ്രതീക്ഷ. ശിവപാർവതിമാരാണ് വന്നിരിക്കുന്നത്. അവരെ തന്നെയാണ് നമ്മൾ ആദ്യത്തെ ആ മന്ത്രത്തിൽ കൊണ്ടുവന്നത്. ഇവിടെ പങ്കാളിയെ അട്രാക്റ്റ് ചെയ്യാനിരിക്കുന്നവർക്കൊരു മോട്ടിവേഷനായിട്ട് ആ കഥ ഞാൻ പറയാം. ശിവൻ തപസ്വിയാണ് അല്ലേ. അതും ഭാര്യ മരിച്ച ശേഷം ഏകാഗിയായി വിരഹിയായി ഭാര്യയെ ഓർത്തിട്ട് ഇരിക്കുന്ന തപസ്സാണ്. ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ രണ്ടാമത് പാർവതിക്ക് പുനർജന്മമാണ് എന്നാണ് പറയുന്നത്. ഈ ശിവനോട് കടുത്ത പ്രേമം, ഒരു വഴിക്കും ആളടുക്കുന്നില്ല. അപ്പോൾ തപസ്സിരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാമദേവൻ വന്നിട്ട് ശിവനെ ഒന്ന് മയക്കാൻ വേണ്ടി കരിമ്പിൻ്റെ വില്ലിൽ പൂവമ്പ് തൊടുത്തത് എന്നാണ് പറയുന്നത്, മലരമ്പ്. എന്നാൽ ശിവനത് മനസ്സിലായി. എന്നെ തപസ്സിൽ നിന്ന് ഇളക്കാനും ഒരു സ്ത്രീയിൽ ആകൃഷ്ടനാവാനും വേണ്ടിയിട്ടാണ് ഈ കാമദേവൻ്റെ പണി എന്ന് മനസ്സിലാക്കി മൂന്നാം തൃക്കണ്ണ് തുറന്നു. അതോടുകൂടി കാമദേവൻ ഭസ്മായി. അതുവരെ ശരീരം കൊണ്ടാണ് കാമദേവൻ നടന്നിരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഭസ്മമായ കാമദേവനെ ജനിപ്പിക്കാൻ വേണ്ടി ഈ ദേവി കാമദേവൻ ഇല്ലാതെ തന്നെ പാർവതി ദേവി ഭയങ്കര സുന്ദരിയായി മാറിയിട്ട് ശിവൻ്റെ മുന്നിൽ വന്ന് നിന്നു എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ അന്ന് പറഞ്ഞ കാമാക്ഷി. ആ പേരാണ് കാമാക്ഷി. അങ്ങനെ വന്ന് നിന്നപ്പോൾ ആ ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണനകളൊക്കെ ഉണ്ട്. അതിൽ പറയുന്നതാണ് കാമദേവനെ കണ്ണുകൾ കൊണ്ട് അഗ്നിയിൽ ദഹിപ്പിച്ച ശിവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ദേവി കാമദേവനെ കണ്ണുകളിൽ കുടിയിരുത്തിയാണ് നിന്നത് എന്ന് പറയുന്നത്. അതോടുകൂടി ശിവൻ വീണുപോയി എന്ന് പറയുന്നത്. ഇനി മറ്റൊരർത്ഥമുള്ളത് ആ കാമദേവനെ പോലും വീണ്ടും ജനിപ്പിക്കാൻ പുനർജന്മം കൊടുക്കാൻ ശക്തിയുള്ള ദേവിയാണ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്താ എടുക്കാനുള്ളതെന്നറിയോ? നിങ്ങളോട് അട്രാക്ഷൻ ഇല്ലാത്ത പങ്കാളിയാണെങ്കിലും നിങ്ങളിൽ അവർ ആകർഷിക്കപ്പെടുമെന്നാണ് ഒരർത്ഥം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾക്ക് തരും. നഷ്ടമായി എന്ന് പറഞ്ഞതാണ് ഇവിടെ പുനരുജ്ജീവിപ്പിച്ചു എന്ന് പറയുന്നത് അല്ലേ. അത് കിട്ടുമെന്നാണ്. ജോലിയാണെങ്കിലും സമ്പത്താണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും പ്രണയമാണെങ്കിലും അത് തരാൻ കഴിവുള്ളവളാണ് ദേവി എന്നാണ് അർത്ഥം. ശിവൻ ഭസ്മമാക്കിയ ഒരുവനെ ജനിപ്പിക്കാൻ ജീവിപ്പിക്കാൻ ശക്തിയുള്ളവളാണ് ദേവി. അപ്പോൾ അയാൾ നശിപ്പിച്ചാലും അതിനെ വീണ്ടും തരാൻ കഴിവുള്ള ആളെയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തും വേണമെങ്കിൽ ആവശ്യപ്പെടുക, ദേവി നിങ്ങൾക്ക് മുന്നിലുണ്ട് കേട്ടോ.
ഒരു മന്ത്രത്തിൻ്റെ ഒരു വരി അങ്ങ് പറഞ്ഞ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആവശ്യപ്പെട്ടോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ലേ. എന്നാൽ എല്ലാ ദിവസവും ഞാനിതുപോലെ തർജ്ജമ പറയില്ല കേട്ടോ, ഇന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇന്നലത്തെ മന്ത്രം കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കണ്ഠര എന്നാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കണ്ഠര എന്ന് എടുത്തു പറഞ്ഞു. കണ്ഠത്തിലാണ് ആ താലി വാഴുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് തന്നെ പറഞ്ഞു തന്നത്. അപ്പോൾ ചില വ്യതിയാനങ്ങളൊക്കെ വരുത്തി ഞാനിവിടെ പറയും, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എൻ്റേതായ ശൈലിയിൽ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇതെന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ, പ്രഗ്നൻസി പീരീഡ്, അതൊരു നല്ല വാർത്തയാണ്. കുടൽ രോഗങ്ങൾ, ദഹനക്കുറവ്, ആമാശയ രോഗങ്ങൾ, വയറുവേദന, ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ചുമ, വരണ്ട ചുമ, ബോഡി പെയിൻ, പനി പറയുന്നുണ്ട്. ഇനി ഹാർട്ട് അറ്റാക്ക് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് രോഗം വന്നിരിക്കുന്നത്. ഇനി ജോലി പറയുന്നത് സർക്കാർ ജോലികളെല്ലാം പറയുന്നുണ്ട്. വാട്ടർ അതോറിറ്റി പറയുന്നുണ്ട്, ബാങ്ക് പറയുന്നുണ്ട്, എഴുത്തുകാർ വന്നിട്ടുണ്ട്, മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്, നീതിന്യായം വന്നിട്ടുണ്ട്, പോലീസ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. പൊതുവായ കാര്യങ്ങൾ നിയമപ്രകാരം വേർപിരിയാനിരിക്കുന്നവർക്ക് കുറച്ച് കഷ്ടപ്പാടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമെന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ 2 തവണ പോകേണ്ടി വരും, ഒരു വട്ടം പോകേണ്ട കാര്യങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അലച്ചിൽ, കഷ്ടപ്പാട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദുഃഖം പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് മാനസികമായി ഡൗൺ ആവും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. സുഹൃത്തുക്കളെ കാണുമെന്ന് പറയുന്നുണ്ട്. സെലിബ്രേഷൻ നടക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സന്തോഷമാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ 1000 രൂപ അടയ്ക്കുക. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക. അതിൽ കൂടുതൽ ചോദ്യങ്ങളാണെങ്കിൽ കൂടുതൽ പേയ്മെൻറ്റ് ചെയ്യണം. നിങ്ങളെ വശീകരിക്കാൻ ശ്രമിച്ച് ഞാൻ വശീകരണ മന്ത്രം, വശീകരണ പൂജ എന്നൊക്കെ ഇവിടെ പറഞ്ഞെങ്കിലും വരുന്നവർക്കൊക്കെ ഞാൻ റീഡിങ് എടുത്ത ശേഷം കൊടുക്കണോ വേണ്ടെന്നുള്ളത് പിന്നെ തീരുമാനിക്കുള്ളൂ. അവർ നിർബന്ധം പറഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ. അതിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് മാത്രമാണ് ആ പൂജയും മന്ത്രമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കൂ. എന്നാൽ പൊതുവായ മറ്റ് പൂജകളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു തരണമെങ്കിൽ, ഏത് പൂജകൾ പറഞ്ഞു തരണമെങ്കിലും മന്ത്രം പറഞ്ഞു തരണമെങ്കിലും പേയ്മെൻറ്റ് കൂടുതൽ അടയ്ക്കണം കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽ. ഇനി പരദൂഷണം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ആരെങ്കിലും മന്ത്രം തന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് കാശെങ്ങാനും വാങ്ങിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മന്ത്രത്തിൻ്റെ ഉറവിടം ഇവിടെയാണ്, അല്ലാതെ ടാരോ റീഡർമാർക്കൊന്നും മന്ത്രം അറിയില്ല. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന മന്ത്രം ഏതാണെന്നൊന്ന് എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇത് ഉഡായിപ്പ് എന്നുള്ളത്. അപ്പം മന്ത്രം എന്താണെന്നോ അർത്ഥം എന്താണെന്നോ അതെന്തിനാണ് പറഞ്ഞു കൊടുക്കുകയെന്നോ ഒന്നും ഇവർക്കറിയില്ല. ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം കൊണ്ട് നിങ്ങളെ വശീകരിപ്പിച്ച് തരാമെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള വശീകരണ പൂജയുടെ പിന്നിലുള്ള കാര്യങ്ങളും ചെയ്യേണ്ട വിധവും ഒന്നും അതല്ല. ഇനി പൂജ കഴിപ്പിക്കുന്നത് ഞാൻ കേരളത്തിലെ ഒരു അമ്പലത്തിലാണ്. അത് ശക്തിയുള്ളൊരു ദേവിയുടെ മുന്നിലോ ആയിരിക്കും. അപ്പോൾ അത് പറഞ്ഞു തരും. വേണമെങ്കിൽ എന്നെ സമീപിക്കുക. നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് വീണ്ടും മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളോട് പറയണം ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടെന്ന് ഒരാൾ പറയാണ്, ഒരു ടാരോ റീഡർ പറയുകയാണെങ്കിൽ അവർ പറയുന്ന വിധം എങ്ങനെയെന്നറിയോ? നിങ്ങൾ ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഹിന്ദു മുസ്ലിമും കൂടി നിങ്ങളെ ബ്ലാക്ക് മാജിക് ചെയ്തു എന്നാണ്. ഇനി നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ പറയുന്നത് ക്രിസ്ത്യനും മുസ്ലിമും കൂടി നിങ്ങളെ ബ്ലാക്ക് മാജിക് ചെയ്തു എന്നാണ്. ഇനി നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ ക്രിസ്ത്യനും ഹിന്ദുവും കൂടി നിങ്ങളെ ബ്ലാക്ക് മാജിക് ചെയ്തു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ചിലത് ഞാൻ തമാശകൾ കേട്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ദയവായിട്ട് നിങ്ങൾ ആ വാക്കുകളിൽ വീഴാതിരിക്കുക. ബ്ലാക്ക് മാജിക് നോക്കുന്നത് അങ്ങനെയൊന്നല്ല. നമ്മൾ ഒരിക്കലും ജ്യോതിഷത്തിൽ, ഇനി ടാരോയിലായാലും ജ്യോതിഷത്തിലായാലും ബ്ലാക്ക് മാജിക് എന്താണെന്ന്, ഏത് വഴിക്കാണ് വന്നത് എന്ന് നമ്മളൊരു ക്ലൂ കൊടുക്കും. സ്ത്രീ ആണെങ്കിൽ സ്ത്രീ എന്നോ, പുരുഷനാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പുരുഷൻ എന്നോ മാത്രമേ നമ്മൾ ക്ലൂ കൊടുക്കുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ബന്ധുവാണ്, നിങ്ങളുടെ ഭാര്യയുടെ അമ്മായിയമ്മയാണ്, ഇങ്ങനെയൊന്നും പറയില്ല. പുരുഷൻ്റെ എനർജിയാണ് വന്നുവെച്ചാൽ അത് കൊടുക്കും നമ്മൾ. സ്ത്രീയുടെ എനർജിയാണ് വന്നതെങ്കിൽ അത് കൊടുക്കും. ഇനി നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി കാരണമാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് ബ്ലാക്ക് മാജിക് എനർജി അല്ല. നിങ്ങൾക്ക് കാര്യങ്ങളിലെല്ലാം തടസ്സം ഉണ്ടാവും. നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ദോഷങ്ങളുണ്ടാവും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നിങ്ങളുടെ ഭാര്യയുടെ അമ്മായിയമ്മയാണ് ഇത് ചെയ്തിരിക്കുന്ന, അതൊരു മുസ്ലിമും ഹിന്ദുവും അല്ലെങ്കിൽ ക്രിസ്ത്യനും കൂടി ചെയ്തതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണ്ടത്തരങ്ങളാണ്.
ദയവായി ഇത്തരം ആൾക്കാരുടെ കയ്യിൽ പോയി പെടാതിരിക്കുക. ടാരോ റീഡർമാർ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അവരുടെ പാരൻസ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ടാരോയാണ് നോക്കി കൊടുക്കുന്നത് കേട്ടോ, ജ്യോതിഷമല്ല. അപ്പോൾ എനിക്ക് ടാരോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സംഭവം എന്താണെന്ന്. അങ്ങനെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്ന നെഗറ്റീവ് എനർജിയാണ് അവരെ ബാധിച്ചിരിക്കുന്നതെന്ന്. അതോടുകൂടി അവർ ആ പൂജ ചെയ്തപ്പോൾ അത് മാറി. അല്ലാതെ ഇത് നിങ്ങളുടെ അമ്മായിയുടെ മരുമകളാണ് ഇങ്ങനെയൊന്നും അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുക, പ്രവചനം നടത്തുക, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏത് വിഷയത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. ബ്ലാക്ക് മാജിക് എനർജിയോ നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ഫാമിലി ഇഷ്യൂയോ സാമ്പത്തികമോ ജോലിയോ അല്ലെങ്കിൽ പ്രണയത്തിലെ പ്രശ്നങ്ങളോ വിവാഹ തടസ്സമോ എന്തിനു വേണമെങ്കിൽ സമീപിക്കാം. വശീകരണം അല്ലെങ്കിൽ മന്ത്രങ്ങൾ അല്ലെങ്കിൽ പൂജകൾ പറഞ്ഞു തരാൻ പേയ്മെൻറ്റ് കൂടുതലാണ്. ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ പറ്റിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്നത്തെ പരദൂഷണം കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ എല്ലാ ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിരാവിലെ ബുക്കിംഗ് ആയ 1-2 റീഡിംഗ് ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് തരുന്ന വീഡിയോ ഒത്തിരി വൈകിയത് കേട്ടോ. ലവ് മാലാഖ് എന്താ പറയുന്നത് നോക്കാം. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. പരസ്പരം മനസ്സിലാക്കിയില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? റിലീജിയൻ ആണോ? ഇവിടെ റിലീജിയൻ വന്നിട്ടുണ്ട്. സോൾമേറ്റ് ആണ് നിങ്ങളെന്ന് പറയുന്നത്. ടിൻ ഫ്ലെയിം വന്നു, സോൾമേറ്റ് വന്നു, മുജന്മ ബന്ധമാണ്, ഡീപ്പ് ലവാണ്, എൻഗേജ്മെൻറ്റ്. അപ്പോൾ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സോൾമേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. മതോ ജാതി ഒരു പ്രശ്നമായി വന്നിട്ടുണ്ട്. കല്യാണ നിശ്ചയം നടക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് മാലാഖ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത മെസ്സേജിലേക്ക് പോവാം. ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നത്. മാരേജ്, എൻഗേജ്മെൻറ്റും മാരേജും. അപ്പോൾ കല്യാണം നടക്കാൻ സമയമായി. തേർഡ് പാർട്ടി ഉണ്ട്. അതാണല്ലോ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ആ തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് വശങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം മുടക്കുന്നതോ നിങ്ങളെ അകറ്റുന്നതോ ആ തേർഡ് പാർട്ടി ആയിരിക്കാം. എന്നാൽ നിങ്ങളൊരു ടിൻ ഫ്ലെയിമാണ്. ആരൊക്കെ അകറ്റിയാലും അവസാനം ഒരു ആത്മാവിൻ്റെ മറ്റേ പാതിയാണല്ലോ. ഒരു ആത്മാവ് രണ്ടായതാണല്ലോ, ഇരട്ടകളായി മാറിയതാണല്ലോ, ഇരട്ട ജ്വാല. അപ്പോൾ അത് അട്രാക്റ്റ് ആവും. അത് ഈ ജന്മം തന്നെ ആവുമെന്ന് നമുക്കറിയില്ല, ജന്മങ്ങൾ എടുക്കും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ദിവ്യമായ അനുരാഗമുള്ള ആൾക്കാരാണ്. ടിൻ ഫ്ലെയിം 2ാമത്തെ തവണയാണ് വരുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയാണ് ഒരു ഫ്രോഡ്. അതാണ് ഇവിടെ മനസ്സിലാവുന്നത്. പ്രണയത്തിലാണെങ്കിലും പ്രണയ പ്രശ്ന പരിഹാരത്തിലാണെങ്കിലും മറ്റേത് മേഖലയിലായാലും ഇനിയിപ്പോൾ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോഴോ ഇനി ഫോണിലൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ എല്ലായിടത്തും വ്യാജന്മാരുണ്ട്. അത് മനസ്സിലാക്കുക. നിങ്ങൾ വ്യാജന്മാരെ തിരിച്ചറിയുക. ഏത് മേഖലയിൽ ആണെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ഭാഗത്ത് നിങ്ങൾ പരാജയപ്പെടില്ല. അതാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. അപ്പോൾ ചിലപ്പോൾ പങ്കാളി തന്നെ വ്യാജനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലേക്കാണോ പോകുന്നത് അവിടെയൊക്കെ വ്യാജന്മാരുണ്ട്. ജ്യോതിഷമാവാം, ഇനി മറ്റുള്ള മരുന്നിൽ വരെ തട്ടിപ്പുണ്ട് അല്ലേ. അപ്പോൾ ആ തട്ടിപ്പിന് ഇരയാവാതിരിക്കുക, എൻ്റെ റീഡിങ് കാണുന്നവരെങ്കിലും. അപ്പം നിങ്ങൾക്ക് വേണ്ടി മറ്റൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അതിനാണ് ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ച് റീഡിങ് ചെയ്യുന്നതും പ്രാർത്ഥനയിലത്തെ ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതും. അത് കേട്ടാൽ മതി, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇന്ന് ദേവിയെ തന്നെയാണ്, ഇന്നും ഇന്നലെയൊക്കെ ദേവിയെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രാർത്ഥിക്കൂ ദേവിയോട്.